ധനുഷിന്റെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം വാസ് വെരി വെരി നൈസ്. അതെവിടെയായിരുന്നു? രാംനാഥപുരം. അവിടെ വി ഷോട്ട് ഫോർ അബൌട്ട് 10 days അങ്ങനെ എന്തോ, പക്ഷെ ഫുൾ ടൈം ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. ധനുഷിന്റെ ഒരു സ്പെസിഫിക് ഇൻസിഡന്റ് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഹി മെയ്ഡ് മീ സിറ്റ് ഓൺ എ ട്രാക്ക് ഫോർ 3 hours. പുള്ളി ഡയറക്ടറും ആയിരുന്നു ആ സിനിമയുടെ. സോ അന്ന് ഈ നമ്മൾ ഈ ഒരു സൂപ്പർ മൂൺ ഉള്ള ദിവസമാണ്, ഈ സൂപ്പർ മൂൺ ക്യാച്ച് ചെയ്യണം. പക്ഷെ അന്ന് സൂപ്പർ മൂൺ വരുന്നില്ല. എന്നിട്ട് നമ്മളൊരു വലിയൊരു ട്രാക്ക് ഇട്ടിട്ട് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ ഓട് കിടക്കുക. ഓടിന്റെ പുറത്തിങ്ങനെ ഇരിക്കുന്നതായിട്ട് ഒരു ഷോട്ടാണ്, ഒറ്റ ഷോട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഷോട്ടിൽ എടുക്കാൻ വേണ്ടിട്ട് തന്നെ ഒരു ട്രാക്കിന്റെ ഒരു ട്രോളി, മറ്റേ ഒരു വോട്ട് കോൾ ഇറ്റ്, മറ്റേ JCBയുടെ അറ്റത്ത് വെക്കുന്ന ഒരു വലിയ സാധനത്തിന്റെ മുകളിൽ കയറ്റി എന്നെ അവിടെ ഇരുത്തി. 3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. അതെ, എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, ഇങ്ങനെ ഇരുന്നു. എന്നെ കെട്ടി വെച്ചേക്കാം കയറിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്ടറോട് ഇറങ്ങി കഴിഞ്ഞപ്പോ എന്നോട് എങ്ങനെ ഇരുന്നു ഇത്രയും നേരം അവിടെ നിന്ന്? എന്നെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. മെഡോണെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് ഏതാ? എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്, ആ പാട്ട്. ഒരു ബന്ധമില്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇപ്പൊ അതാണ് പാടുന്നത്. മെഡോണയ്ക്ക് കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? അത് ആർക്കാന്നൊന്ന് പറഞ്ഞാൽ മതി. അറിയില്ല ഞാൻ. എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കണം. അതെനിക്കറിയാം. ഒരു റൊമാൻറ്റിക് പെയർ ആയിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുള്ള എല്ലാരും കൂടെ റൊമാൻറ്റിക് പെയർ ആയിട്ട് അഭിനയിക്കാം. അത് ശരി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ പ്രോപ്പറായിട്ട് റൊമാൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുമ്പോ ആരുടെ കൂടെ ആവണമെന്നാണ്? എനിക്ക് കുറച്ച് നല്ല മനസ്സുള്ള ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. അതെന്താണ് നല്ല മനസ്സിലുള്ള വ്യത്യാസം? എന്താണെന്നറിയാമോ, ഐ ഫീൽ ലൈക്ക് നമുക്ക് അവരോട് ഒരു കംഫർട്ട് വേണം. മീനിങ് ഇയാളെയും കൊണ്ട് ആളുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ റൊമാൻസ് വരാതിരിക്കാൻ. തുടക്കമാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ദേ ഷുഡ് ബി ലൈക്ക് നൈസ് ടു എവറിബഡി ഇൻ ജനറൽ. അതായത് ആ വ്യക്തിത്വം നല്ലതായിരിക്കണം. അങ്ങനെ ആയിരിക്കും. നിങ്ങൾ സജസ്റ്റ് ചെയ്യൂ, പറയൂ. മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, മലയാളമൊക്കെ സേഫ് ആണ് ആക്ച്വലി. എനിവേ, ബട്ട് പറ, വീണ പറ, ഞാൻ ആരുടെ കൂടെ അഭിനയിക്കണം? അടിപൊളി. അത് നടക്കുമെന്നറിയാലോ, അത് നടക്കൂലെന്നറിയാലോ. ഹലോ, എനിക്ക് മെഡോണനെ ഫഹദ് ഫാസിലിനോട് അഭിനയിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആണ്. അങ്ങനെ ഒരു സിനിമ എപ്പോഴെങ്കിലും മനസ്സിലുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഡിസ്കഷൻസ് നടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. വരട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. ശരി. ഇനി അറിയണമെങ്കിൽ എല്ലാം എന്നെ കൊണ്ട് ആൻസർ പറയാം. അത് വെറുതെ തോന്നലാണ്. എല്ലാം ഞാൻ തന്നെ ഇല്ല. ശരി, ഒരു ആക്ഷൻ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് വില്ലനായിട്ട് ആരെ കാണുന്നതാണ് ആഗ്രഹം? എന്തിനാ, നല്ല ചവിട്ട് കൊടുക്കാനാണോ? അതെ. ഓക്കെ, നമുക്ക് നല്ലൊരു ഹീറോനെ കൊണ്ടുവന്ന് വില്ലനാക്കാം. Somebody who is very willing to do that. അതാരായിരിക്കും? എന്നാലും അങ്ങനെ മനസ്സിൽ നമുക്ക് വിജയ് സേതുപതിയെ കൊണ്ട് വില്ലനാക്കാം. ചേട്ടൻ അടി കിട്ടാനായിട്ട് ഇട്ട് കിട്ടാൻ.